പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. അവന് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യൗവനക്കാർ ഇടർ വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പറയുകയാണ്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശക്തിയെ പുതുക്കുമെന്ന് യെശയ്യാ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി പ്രവാചകൻ നമ്മളോട് പറയുകയാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ കഴുകൻ ഉന്നതിയിൽ ചിറകടിച്ച് ഉയരുന്ന പോലെ നമുക്ക് ഉന്നതിയിലേക്ക് ഉയരുവാനായിട്ട് കഴിയുമെന്ന് പറയുകയാണ്. അവർ തളർന്നു പോവാതെ ഓടുകയും ക്ഷീണിച്ചു പോവാതെ നടക്കുകയും ചെയ്യുന്നു. അവർ തളർന്നു പോവാതെ നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകാതെ ദൈവം നമുക്ക് ശക്തി നൽകും. ദൈവം നമുക്ക് ബലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം, ഹല്ലേലൂയ. ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി, അവൻ്റെ കരത്തിൻ്റെ ഭുജത്തിൻ്റെ ബലത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ഉള്ളംകൈ കൊണ്ട് വെള്ളം അളക്കുന്നു. ഉള്ളംകൈ ഈ ലോകത്തിലുള്ള മുഴുവൻ സമുദ്രത്തിൻ്റെ വെള്ളങ്ങളും, ഹല്ലേലൂയ, തടാകത്തിൻ്റെ വെള്ളങ്ങൾ അവൻ നമ്മുടെ ഉള്ളംകൈയിൽ അളക്കുന്ന ദൈവമാണ്. ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിണാമം കൊണ്ട് കൊടുക്കുകയും, ഹല്ലേലൂയ, ഒരു ചാണുകൊണ്ട് ആകാശത്തിന് പരിണാമം എടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുകയാണ്. ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസുലയും തൂക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. അവൻ ദ്വീപുകളെ ഒരു മണൽത്തിരി പോലെ എടുത്തു പൊക്കുന്നു. ലെബനോനിലെ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നുമില്ല. ദ്വീപുകളെ ഒരു മണൽത്തിരി പോലെ എടുത്തു പൊക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത്രയ്ക്കും ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ആൽഫയും ഒമേഗയുമാണ് ആ ദൈവം എന്ന് യെശയ്യാ പ്രവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തിയില്ലാത്തവന് ശക്തി കൊടുക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ ദൈവം നമുക്ക് ശക്തി നൽകുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരെ ലേഖനം എഴുതിയപ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ അത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. അത് നാൾക്ക് നാൾ ബലം പ്രാപിക്കുവാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സാംസൺ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സാംസൺ ഫെലിസ്തരെ, ഹല്ലേലൂയ, കൊന്നുകളഞ്ഞിട്ട് 1000 ഫെലിസ്തരെ അവന് കഴുതയുടെ താടിയൽ കൊണ്ട് കുന്ന് 1 കുന്ന് 2 എന്ന് പറഞ്ഞ് 1000 പേരെ അവന് സംഹരിച്ചു കഴിഞ്ഞപ്പോൾ സിംസോന് ഇങ്ങനെ താടിയല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്ത് അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട്, താടിയല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞ് വളരെ ദാഹിച്ചിട്ട് അവൻ യഹോവയോട് നിലവിളിക്കുകയാണ്. അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രേമയുടെ കയ്യിൽ വീഴുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലോഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിക്കാതെ ശിംശോൻ ദാഹിച്ച് വലഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് യാചിച്ചു. ദൈവം ഒരു കുഴിയിൽ നിന്ന് വെള്ളം പുറപ്പെടുമാറാക്കി. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. ശിംശോൻ വെള്ളം കുടിച്ച് അവൻ ചൈതന്യം പ്രാപിച്ചു,
അവൻ വീണ്ടും ജീവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ ശക്തിയില്ലാത്ത ശിംശോനെ 1000 ഫെലിസ്ത്യരെ കൊന്നതിന് ശേഷം അവൻ ദാഹിച്ച് വിഷമിച്ച് ഞാനിതാ മരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അവൻ നിന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം അവന് വേണ്ടി വഴി തുറക്കുകയാണ്, അവന് ശക്തി കൊടുക്കുകയാണ്. ശിംശോന് ശക്തി പ്രാപിക്കുകയാണ്. അവൻ ശക്തി പ്രാപിച്ച് വീണ്ടും ജീവിച്ചു എന്ന് കാണാം. ഇന്നുവരെയും ലോഹിയിലുണ്ട്. ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേൽ 20 സംവത്സരം അവൻ ന്യായപാലനം ചെയ്ത ആണ് ശിംശോൻ. ശിംശോൻ ബലം പ്രാപിച്ചു. അപ്പോൾ ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശിംശോനെ ദൈവം ബലം കൊടുത്ത് അവനെ ബലമുള്ള ഒരു ന്യായാധിപനാക്കി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും, അവൻ തൻ്റെ ജനത്തിന് സമാധാനം നൽകും. അതുകൊണ്ടാണ് സങ്കീർത്തനം 29:11 പറയുന്നത്, ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. തൻ്റെ ജനം, ഇസ്രായേൽ ജനം, ദൈവത്തെ ആരാധിക്കുന്ന ജനം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ജനത്തിന് ദൈവം എന്താണ്? അവർക്ക് ദൈവം ശക്തി നൽകും. ഹല്ലേലൂയ. തൻ്റെ ജനത്തിന് സമാധാനം നൽകും. ശക്തിയും സമാധാനവും ദൈവത്തിൻ്റെ ദാനമാണ്. യേശു നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, ഞാൻ നിത്യ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഹല്ലേലൂയ വന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ദൈവമേ, നിന്റെ വിശ്വമന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 68:35 വീണ്ടും പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് സങ്കീർത്തനം 68:35 വീണ്ടും പറയുകയാണ്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ താങ്ങും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് യെശയ്യാ പ്രവചനം 41:10 വീണ്ടും പറയുകയാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം പറയുകയാണ്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് എനിക്ക് ദൈവം ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരെ താങ്ങുന്നത്, ഹല്ലേലൂയ, അതിന് ശിഷ്യന്മാരുടെ നാവ് ദൈവം എനിക്ക് തന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്നവനെ ഞാൻ തൃപ്തി വരുത്തും. യിരെമ്യാ പ്രവചനത്തിൽ പറയുകയാണ്, ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും. ദാഹിച്ച് വിളഞ്ഞ് ഹല്ലേലൂയ ഇരിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? തണുപ്പിക്കും. വിശന്നിരിക്കുന്നവന് ഏവനും ഞാൻ തൃപ്തി വരുത്തും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശന്ന് ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഞാൻ അവനെ തണുപ്പിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ നമ്മൾ ശക്തിയെ പുതുക്കും, നമ്മൾ ചിറകടിച്ച് കയറും. ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, വനാന്തരത്തിൽ ആട് നോക്കിയിരുന്ന ദാവീദ്, ഹല്ലേലൂയ, ശക്തിയില്ലാത്തവനായ ദാവീദ്, ബലമില്ലാത്തവനായ ദാവീദ്, അവനെ ദൈവം ശക്തി കൊടുത്തപ്പോൾ അവൻ ഗോലിയാത്തിനെ ഹല്ലേലൂയ വാളില്ലാതെ, ഒരു ആയുധവുമില്ലാതെ, കയ്യിൽ 2-3 കല്ലുകളുമായി ചെന്ന് ഹല്ലേലൂയ മല്ലനായ ഗോലിയാത്തിനെ കൊന്നുകളയുകയാണ്. ദൈവം ദാവീദിന് മേൽ ശക്തി പകർന്നപ്പോൾ മല്ലനായ ഗോലിയാത്തിനെ ആ പയ്യനായ ദാവീദ്, ആ ബലമില്ലാത്തവനായ ദാവീദ്, ആ കഴിവില്ലാത്തവനായ ദാവീദ് അവനെ സംഹരിച്ചു കളയുകയാണ്. ശിംശോന്റെ മേൽ ദൈവം ശക്തി പറഞ്ഞപ്പോൾ അവൻ ജീവൻ പ്രാപിച്ചു, അവൻ ചൈതന്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അവൻ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ അവൻ കൊന്നു തള്ളുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ശക്തി തരുമ്പോൾ, ദൈവം നമുക്ക് ബലം തരുമ്പോൾ ഹല്ലേലൂയ
ആർക്കും അതിനെ തടുക്കുവാനായിട്ട് കഴിയില്ല. അവനോട് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. അവൻ്റെ പാദപീഠത്തിലിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ബലം അവനിലുള്ള വൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം പറഞ്ഞിരിക്കുന്നത്, അവൻ ഭൂമണ്ഡലത്തിൽ മീതെ അധിവസിക്കുന്നു. നമ്മുടെ ദൈവം എങ്ങനെയാണ്? ഭൂമണ്ഡലത്തിൽ മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടിക്കിളി പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അത് നിവാസികളെ എല്ലാം ഒരു വെട്ടിക്കിളി പോലെയാണ് ഇരിക്കുന്നത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കുറിവാക്യത്തിലേക്ക് വരാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ കൽപ്പിച്ചാൽ അതുപോലെ തന്നെ സംഭവിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധന് വ്യാജ്യം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. യഹോവയായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവനിൽ ആശ്രയിച്ച് അവനിൽ നിന്ന് ശക്തി സംഭരിച്ച് നമുക്ക് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.